പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് PV അൻവർ കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് എത്തുകയും മുൻ MLA കൂടിയായിട്ടുള്ള AV ഗോപിനാഥുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇന്നലെ രാവിലോട് കൂടിയാണ് അൻവർ എത്തിയത്. രാവിലെ 6 മണിക്ക് അൻവർ ഇവിടെ എത്തി. വളരെ നേരത്തെ ഞാനൊക്കെ എണീച്ച് ഫ്രഷ് ആകുന്ന മുമ്പ് അൻവറിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി. ഇപ്പം ഉണ്ടായിരുന്നോ? അയ്യോ, ഒരറിയിപ്പില്ല. എനിക്ക് എന്നാ ഞാൻ വന്നിരിക്കുമല്ലോ. അദ്ദേഹം ആരോ ബെല്ലടിച്ചപ്പോൾ വന്നു എന്നാണ് ധരിച്ചത്. നോക്കിയപ്പോൾ അൻവറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വരാൻ പറഞ്ഞു. എൻ്റെ സുഹൃത്താണല്ലോ, വരാൻ പറഞ്ഞിരുന്ന് സംസാരിച്ചു ഒന്നിൽ കവിഞ്ഞ് ഒരു മുൻധാരണയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു അൻവറിൻ്റെ പ്രധാനപ്പെട്ട ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായിരുന്നു? അൻവർ പറയുന്ന പഴയ ആളുകളെയൊക്കെ കോൺഗ്രസ് നിന്ന് മാറി നിൽക്കുന്നവരോ ലീഗിൽ നിന്ന് മാറി എല്ലാവരെയും ഒന്നിരിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് നമുക്ക് വലിയൊരു ശക്തിയായി UDFന് പിന്തുണ കൊടുത്ത് UDFൻ്റെ ഒപ്പം നിൽക്കണം എന്നാണ്. അപ്പം നിങ്ങൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ദയവ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യുന്നതും കാണിക്കുന്നതൊക്കെ നല്ലതാണ്. കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ഉണർവ് വരുന്നത് വളരെ നല്ലതാണ്. പക്ഷേ AV ഗോപിനാഥൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചയും നമ്മൾ തമ്മിൽ വേണ്ട. തൃണമൂലിലേക്ക് ക്ഷണിച്ചിട്ടാണ് UDFൻ്റെ ഭാഗമാവണം. തൃണമൂലിൽ വന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഞാൻ വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 100% സക്സസ് ആവും. അത് AVക്ക് വളരെ ഗുണകരമാകും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഗുണമൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ആവശ്യമില്ല. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഏത് നീക്കത്തിൻ്റെയും പിന്നിൽ ഞാൻ നിന്ന് നിങ്ങളെ സഹായിച്ചു തരാം. പക്ഷെ ഞാൻ വരില്ല. അതിന് എനിക്ക് എൻ്റേതായ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ആരെയും എനിക്ക് ഭയപ്പെടേണ്ട. ഏത് നിലപാട് വേണിച്ചാൽ സ്വീകരിക്കാം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. എന്തെങ്കിലും പ്രത്യേക ഓഫറുകൾ നൽകി? ഓഫറൊക്കെ അദ്ദേഹം അത് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ ഭാവി ഗോപിയേട്ടൻ വരും. അത് നമ്മൾ കളയരുത്, തട്ടിക്കളയണം മനസ്സിലാച്ചാൽ അപ്പോഴേക്കും അങ്ങനെ വരൂ എന്ന് പറഞ്ഞു. എൻ്റെ ഭാവി എന്ന് പറയുന്നത് എൻ്റെ ജന്മമാണ്. നിങ്ങളിനി അതിനെക്കുറിച്ച് സംസാരിക്കുക. ഞാൻ ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസിനും ഇല്ല UDFന് പിന്തുണയും നൽകില്ല. ഞാനങ്ങനെ പോകും. അതിനെന്താ കുഴപ്പം എനിക്ക് ചോദിച്ചു. അൻവർ ഒരു പക്ഷേ UDFനൊപ്പം ചേക്കാറുള്ള തീരുമാനം ഇല്ലെങ്കിൽ ഈ സഹകരണവുമായി മുന്നോട്ട് പോകുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ചിന്ത നടത്തുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. എനിക്ക് ഏറ്റവും വലിയ പിന്തുണ ഏറ്റവും ഇപ്പം മനസ്സിലുള്ള സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ്. പ്രത്യേകിച്ച് CPM മുന്നണിയൊന്നൊരു പ്രശ്നമല്ലോ. CPMുമായി സഹകരിക്കാനുള്ള എല്ലാം അവരിങ്ങോട്ടും ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകും. അതിനെന്താ? അതിന് കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നൊന്നുമില്ലല്ലോ. CPMുമായി മുന്നോട്ട് പോകുന്നതിന് ഞാനെന്തിനും കമ്മ്യൂണിസ്റ്റ് ആവണം? അവർ പറഞ്ഞിട്ടുമില്ല ഇത്ര നേരം നിങ്ങൾ CPMൽ ചേരണം എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി മുതൽ ഗോവിന്ദ മാഷ് മുതൽ എല്ലാവരുമായിട്ടും ഞാൻ ബന്ധമുണ്ട്. മനസ്സിലായില്ല? അവരോടൊന്നും ഞങ്ങളെ രാഷ്ട്രീയ കമ്മിറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ എൻ്റെ മനസ്സെന്താണെന്ന് അവർക്ക് അറിയും. അൻവർ എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് LDF മുന്നണി വിടാൻ കാരണമായെന്ന് കൃത്യമായി തന്നെ ഗോപിയേട്ടൻ നടത്തിയ ചർച്ചകളിൽ എന്തെങ്കിലും പറഞ്ഞു? അത് LDFൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ച് LDFനെ കുറിച്ച് അതിന് ഇന്നറിലേക്ക് ആൾ കടന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഒരു ശരിയായ കീഴ്വഴക്കമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അൻവറിനോട്. പാർട്ടി വിട്ടത് ഈ മുന്നണി വിട്ടത് ശരിയായ ഒരു കീഴ്വഴക്കമാണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ പുതിയൊരു ഒരു പ്രസ്ഥാനം വന്ന് ഒന്നിച്ച് മുന്നോട്ട് പോയാൽ നല്ലതാണെങ്കിൽ നല്ലതന്നെ. അത് ഈ നാടിന് ഗുണകരമായി തീർന്നാൽ ഏറ്റവും നല്ലതാണല്ലോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുകെട്ട് മുന്നണിയൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരു താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് എന്നെ വിളിക്കണ്ട. ഞാനൊരു സ്വതന്ത്ര കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് ഞാനിപ്പോഴും കോൺഗ്രസ്സുകാരൻ. പക്ഷെ എനിക്ക് ചിട്ടകളൊന്നുമില്ല, എനിക്ക് നിയന്ത്രണവുമില്ല. ഇപ്പം ഞാൻ സ്വതന്ത്രനായി കോൺഗ്രസ്സുകാരൻ നിലയ്ക്ക് എനിക്ക് ഏതാ ശരി തോന്നിയാൽ ഞാനത് ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് ബുദ്ധിമുട്ടി എന്നെ കയറിട്ട് കിട്ടിയിടാൻ വരരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇനിയും വരും പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ വരും. ഗോപിയേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ വരും, ഉറപ്പാണ് എന്നൊക്കെ എന്നോട് അദ്ദേഹം വളരെ നിർബന്ധിച്ചിട്ടാണ് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോൾ PV അൻവർ UDF നേതാക്കളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഗോപിനാഥിന് വേണ്ടിയിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നു? അതൊന്നും സൂചിപ്പിച്ചില്ല. കാരണം UDF നേതാക്കന്മാരെ പെട്ടെന്നൊന്നും എന്നോട് ചർച്ചയ്ക്ക് വരാൻ സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലല്ലേ? വന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയാണ്. വരട്ടെ എന്നുള്ള അതെ, ഞാൻ കാത്തിരിക്കും. നേരിട്ട് വരട്ടെ, വരുമ്പോൾ അവർ വരട്ടെ. അതിന് അൻവറിന് എന്തിനാ UDFൽ വരാനും കോൺഗ്രസ്സിൽ വരാനോ വേറെ എന്തിലേക്ക് വരാനോ? ചിലപ്പോൾ എന്നെ RSP ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. AV ഗോപിനാഥൻ ഒരു പാലം വേണ്ട ഒരു മുന്നണിയും ആയി പ്രവർത്തിക്കാൻ. എനിക്കൊരു മുന്നണിയിലേക്ക് പോകാനും ഒരു പാർട്ടിയിലേക്ക് പോകാനും ആരുടെയും പാലവും വേണ്ട. ഒരു കയ്യിൻ്റെ വിരൽ ഞാൻ പിടിക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ നയം ഞാൻ പറഞ്ഞല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഞാൻ മാനസിക അടുപ്പത്തിലാണ്. പിന്തുണയൊന്നുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും ആയിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലത്തെ യുദ്ധത്തിന് ശേഷം
6 മാസമാണെങ്കിൽ നീതി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുത്തരാണ് ഞാൻ. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു. എ കെ ബാലൻ സ്ഥിരം ബന്ധപ്പെടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാൻ പോകുന്നത് അവരെ. കാരണം ഭയങ്കര മാനസിക അടുപ്പം എനിക്കുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിനെ ഇവരാരെ എതിർത്തോട്ടെ, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സ്റ്റൈലാണ്. ഇനി ആ മാനസിക അടുപ്പം തുടരും. സാധ്യതയില്ലായ്മയില്ല. ഏതായാലും വരും ദിവസവും ചിലപ്പോൾ ഒരു പക്ഷേ പി വി അൻവർ എ വി ഗോപിനാഥിനെ തേടി എത്തിയേക്കാമെന്നാണ് അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ എന്തായാലും പി വി അൻവർ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പിന്തുണ എ വി ഗോപിനാഥ് നിലവിൽ അറിയിച്ചിട്ടില്ല. നിലവിൽ തൻ്റെ സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് പോകും. CPM-ഉമായി വലിയൊരു മാനസിക അടുപ്പമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ് എ വി ഗോപിനാഥ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.